കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് നടന്നത് വലിയ സാമ്പത്തിക ക്രമക്കേടാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് സംസ്ഥാന ബി.ജെ.പിയിൽ നടന്ന അഴിമതിയെക്കുറിച്ച് സംഘടനാ ജനറൽ സെക്രട്ടറി ബി.എൽ. സന്തോഷിന് ലഭിച്ച പരാതികൾ സംബന്ധിച്ച തെളിവുകളാണ് പുറത്തുവന്നത്. റോഡ് ഷോക്കായി ഉപയോഗിച്ച മോദിയുടെ കട്ടൌട്ടുകൾ നിർമ്മിക്കുന്നതിൽ ലക്ഷക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് നടന്നെന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖയും വ്യാജ ബില്ലുകളും പുറത്തുവന്നിട്ടുണ്ട്. ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ചുമതലയുണ്ടായിരുന്ന ഒരു സംസ്ഥാന നേതാവാണ് എങ്ങനെ പാർട്ടിയുടെ പണം വെട്ടിക്കണമെന്ന് നിർദ്ദേശം നൽകുന്നത്. പകുതി നമുക്കും പകുതി അവർക്കും എന്ന രീതിയിൽ ബില്ലുകൾ തയ്യാറാക്കാൻ നേതാവ് ആവശ്യപ്പെടുന്നതാണ് ശബ്ദരേഖയിലുള്ളത്. 8000 പീസ് കട്ടൌട്ട് അടിക്കണമെന്നും ആകെ 16 ലക്ഷം രൂപ ആകുമെന്നും അതിൽ പകുതി അതായത് 8 ലക്ഷം രൂപ നമുക്കാണെന്നും പറയുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത്. ആ രീതിയിൽ ബില്ല് ഉണ്ടാക്കണമെന്നും അതിൽ പറയുന്നുണ്ട്. ഒരു കട്ടൌട്ട് 125 രൂപ നിരക്കിൽ അടിച്ചു നൽകാമെന്ന് ഒരു സ്ഥാപനം ബി.ജെ.പി നേതാക്കളെ അറിയിച്ചിരുന്നു. എന്നാൽ അഴിമതി ലക്ഷ്യമിട്ട നേതാക്കൾ 3 കമ്പനികളുടെ പേരിൽ 310 രൂപ, 285 രൂപ, 265 എന്നിങ്ങനെയുള്ള നിരക്കുകൾ കാണിച്ചുകൊണ്ടുള്ള കൊട്ടേഷൻ ഉണ്ടാക്കി. അതിൽ ഏറ്റവും കുറഞ്ഞ നിരക്കായി 265 രൂപ കാണിച്ച സ്ഥാപനത്തിന് കരാർ നൽകി. ഈ സ്ഥാപനമാണ് 175 രൂപയ്ക്ക് കട്ടൌട്ട് നിർമ്മിക്കാമെന്ന് അറിയിച്ചത്. തുടർന്ന് ഒന്നിന് 265 എന്ന നിരക്കിൽ ബില്ല് കാണിച്ച് ആ പണം തട്ടുകയായിരുന്നു. കട്ടൌട്ട് പ്രിന്റിംഗ് ഇടപാടിൽ 2 പബ്ലിസിറ്റി ഇൻചാർജുമാർ ചേർന്ന് 5 ലക്ഷം രൂപ കമ്മീഷൻ കൈപ്പറ്റിയതായും പരാതിയിൽ പറയുന്നു. അഴിമതി സംബന്ധിച്ച പരാതികൾ തെളിവുകൾ സഹിതം ദേശീയ നേതൃത്വത്തിന് മുന്നിലെത്തിയിട്ടുണ്ട്. വിഷയത്തിൽ നേതൃത്വം അന്വേഷണവും ആരംഭിച്ചു. കൊടി, ഷാളുകൾ, കട്ടൌട്ട്, ഹോട്ടൽ മുറി, കാർ വാടക എന്നിവയിലെല്ലാം നേതാക്കൾ കമ്മീഷൻ അടിച്ചെന്നും പരാതിയുണ്ട്. തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടറി കമ്മീഷൻ പണം കൈപ്പറ്റുന്നത് കണ്ടതായും പരാതിക്കാരൻ പറയും. കേന്ദ്ര നേതൃത്വം സൗജന്യമായി കൊടുത്ത കൊടി, ഷാൾ, തൊപ്പി തുടങ്ങിയവ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സ്വന്തം നിലയിൽ വിലയ്ക്ക് വാങ്ങിയതായി കാണിച്ച് 1.5 കോടി രൂപയുടെ ബിൽ നൽകിയെന്നും പരാതിയിലുണ്ട്. പ്രചാരണത്തിനെത്തുന്ന നേതാക്കൾക്കായി തിരുവനന്തപുരത്ത് സ്റ്റാർ ഹോട്ടലിൽ കുറച്ച് മുറി മാത്രം ബുക്ക് ചെയ്ത് 30 മുറിയുടെ വാടക എഴുതിയെടുത്തു. കുറഞ്ഞ നിരക്കിൽ ടാക്സികൾ വാടകയ്ക്കെടുത്ത ശേഷം ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തി തുടങ്ങിയ ആരോപണങ്ങളും താഴേക്കിടയിലെ നേതാക്കൾ മുതൽ സംസ്ഥാന നേതൃത്വത്തിലുള്ളവർ വരെ ഈ തട്ടിപ്പിന്റെ കണ്ണിയിലുണ്ട്. കൊടി വാങ്ങിയതിലെ ലക്ഷങ്ങളുടെ തട്ടിപ്പിന് പുറമെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോക്കായി കട്ടൌട്ട് വാങ്ങിയതിൽ കമ്മീഷൻ പറ്റിയതിന്റെ ശബ്ദരേഖയാണ് ഒടുവിൽ പുറത്തു വന്നത്. ഒരു സംസ്ഥാന നേതാവും തിരുവനന്തപുരത്തെ ജില്ലാ നേതാവും തമ്മിലുള്ള ശബ്ദരേഖയാണ് പുറത്തായത്. അതിനിടെ പണം നിറച്ച ബാഗിനൊപ്പം സെൽഫി എടുത്ത ബി.ജെ.പി പ്രവർത്തകൻ സിദ്ധാർത്ഥ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ചുമതലയിൽ ഉണ്ടായിരുന്ന ആളാണെന്ന് തെളിയിക്കുന്ന രേഖകളും പുറത്തു വന്നു. ബി.ജെ.പി തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കമ്മിറ്റിയിലെ സോഷ്യൽ മീഡിയ പ്രചാരണത്തിന് ചുമതല ഉണ്ടായിരുന്ന ആളാണ് സിദ്ധാർത്ഥ്. പണം നിറച്ച ബാഗിനൊപ്പമുള്ള സിദ്ധാർത്ഥിന്റെ ചിത്രം ആദ്യം പുറത്തുവിട്ടപ്പോൾ ഇയാൾക്ക് ബി.ജെ.പിയുമായി ബന്ധം ഇല്ലെന്നായിരുന്നു നേതാക്കളുടെ നിലപാട്.